ജീവിത വിജയം മൂന്നാം ഭാഗം. ഫാദർ ജോസ് പന്തപ്ലാംതൊട്ടിയിൽ. ജൂൺ 30. നമ്മോടൊപ്പം കൂടാരമടിച്ച ദൈവം. നെപ്പോളിയൻ ബോണപ്പാർട്ട്. ആർമി ഓഫീസറായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. സമർത്ഥനും ധീരനുമായിരുന്നതുകൊണ്ട് പടിപടിയായി അദ്ദേഹം ഉയർന്നു. 1799 ഫ്രാൻസിന്റെ സർവാധികാരവും കൈയാളിയ അദ്ദേഹം 1804 ചക്രവർത്തിയായി സ്വയം അഭിഷേകം ചെയ്തു. തന്റെ ഭരണകാലത്ത് ഫ്രാൻസിന് വേണ്ടി ഒട്ടേറെ ദിഗ്വിജയങ്ങൾ അദ്ദേഹം നേടി. ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ അതിരുകൾ യൂറോപ്പിന്റെ 4 ദിക്കുകളിലേക്കും അദ്ദേഹം വ്യാപിപ്പിച്ചു. ഫ്രാൻസിന് വേണ്ടി പോരാടിയിരുന്ന പടയാളികൾക്ക് നെപ്പോളിയനോട് ബഹുമാനവും താൽപ്പര്യവുമായിരുന്നു. അതിന് പ്രത്യേക കാരണവുമുണ്ട്. ചക്രവർത്തിയുടെ സിംഹാസനത്തിലിരുന്ന് യുദ്ധകാഹളം മുഴക്കുകയല്ല നെപ്പോളിയൻ ചെയ്തത്. ശത്രുവിനോട് പോരാടുന്നതിനു വേണ്ടി അദ്ദേഹം പോർക്കളത്തിലിറങ്ങി. മാത്രമല്ല, യുദ്ധകാലത്ത് മണിമന്ദിരങ്ങളിൽ താമസിക്കാതെ അദ്ദേഹം അവരോടൊത്ത് കൂടാരമടിക്കുകയും ചെയ്തു. തങ്ങളുടെ ചക്രവർത്തി തങ്ങളോടൊപ്പം കൂടാരത്തിൽ വസിക്കുന്നു. അതുമാത്രം മതിയായിരുന്നു പടയാളികൾക്ക് ആവേശം പകരാൻ. തങ്ങളുടെ ചക്രവർത്തിക്ക് വേണ്ടി എന്തു ത്യാഗവും സഹിക്കാൻ അവർ സദാ സന്നദ്ധരായിരുന്നു. പടയാളികളോടൊപ്പം കൂടാരമടിക്കുന്ന ചക്രവർത്തിയുടെ കഥ ആവേശജനകമാണ്. എന്നാൽ മനുഷ്യരോടൊപ്പം കൂടാരമടിക്കുന്ന ദൈവത്തിന്റെ കഥ കേട്ടാലോ? നമുക്ക് ഏറ്റവും പരിചിതമായ കഥയാണത്. ദൈവപുത്രനായ യേശുവിന്റെ ജനനത്തിന്റെ കഥ. ദൈവം മനുഷ്യരോടൊത്ത് കൂടാരമടിച്ചു, അവരോടൊപ്പം വസിച്ചു. എന്തിനാണ് അവിടുന്ന് നമ്മോടൊപ്പം കൂടാരമടിച്ചത്? പാഴ്മലകളിൽ നദികളും താഴ്വരകളിൽ ഉറവകളും സൃഷ്ടിക്കാൻ, മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കാൻ, മണലാരണ്യത്തിൽ സരളവൃക്ഷവും പൈൻമരവും വച്ചുപിടിപ്പിക്കാൻ. ഐസയ 41:17-20 വരെ. കുരുടർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും കാരാഗ്രഹവാസികൾക്ക് മോചനവും നൽകാൻ. ഐസയ 42:7. ശാന്തിയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും ചുമട് ലഘുപ്പെടുത്തുവാൻ, ജീവിത ദുഃഖങ്ങളാൽ തളർന്ന അവശരായ നമുക്ക് സമർത്ഥമായി ചൈതന്യം പകരാൻ, പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കാൻ, അശാന്തിയുടെ ഈ സാഗരതീരത്ത് നമുക്ക് ശാന്തിയും ശാശ്വത സമാധാനവും നൽകാൻ. പക്ഷേ നമ്മോടൊത്ത് കൂടാരമടിക്കാൻ തയ്യാറായ ദൈവം ഇന്ന് എവിടെയാണ്? എവിടെയാണ് നാം ഇന്ന് അവിടുത്തെ അന്വേഷിക്കുന്നത്? ഈഗർ ഹാർട്ട് എന്ന പേരിലുള്ള ഒരു നാടകത്തെക്കുറിച്ച് വായിച്ചതോർക്കുന്നു. നാടകത്തിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരും ഈഗർ ഹാർട്ട് എന്ന് തന്നെ. ഒരു ഗ്രാമീണ കന്യകയാണ് അവൾ. ഒരിക്കൽ കാട്ടുതീ പോലെ ഈഗർ ഹാർട്ടിന്റെ ഗ്രാമത്തിലൊരു വാർത്ത വരുന്നു. ഇംഗ്ലണ്ടിലെ രാജകുമാരനും അമ്മയും തങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുന്നു. അവർക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭവനത്തിലായിരിക്കും അവർ താമസിക്കുന്നത്. രാജകുമാരനും അമ്മയും തന്റെ ഭവനത്തിലേക്ക് വരുമോ? ഈഗർ ഹാർട്ട് സ്വയം ചോദിച്ചു. ഏതായാലും വീടും പരിസരവും മോടി പിടിപ്പിക്കുക തന്നെ അവൾ തീരുമാനിച്ചു. മുറ്റം ചെത്തിമെനുക്കി, നടപ്പാതയിൽ പുതുമണൽ വിതറി, മുറിയിൽ പുതിയ പരവതാനി നിരത്തി, ജനാലകൾ വർണ്ണപ്പകിട്ടുള്ള വിരികളാൽ അലങ്കരിച്ചു. സമയം കളയാതെ ഓടി നടന്ന് വീടും പരിസരവും അവൾ മോടി പിടിപ്പിച്ചു. അപ്പോഴാണ് രാജകുമാരനും അമ്മയും ഗ്രാമാതിർത്തിയിലെത്തിയ കഥ അവൾ കേട്ടത്. അവരെ സ്വീകരിക്കുവാൻ അവൾ അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങുമ്പോൾ അതാ വാതിൽക്കലൊരു അമ്മയും കുഞ്ഞും. ഞങ്ങൾ യാത്ര ചെയ്തു ക്ഷീണിച്ചിരിക്കുന്നു. ഇവിടെ അല്പനേരം വിശ്രമിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുമോ? ആ സ്ത്രീ ദീനസ്വരത്തിൽ ചോദിച്ചു. ഉടൻ ഈഗർ ഹാർട്ട് പറഞ്ഞു, രാജകുമാരനെയും അമ്മയെയും സ്വീകരിക്കുവാൻ എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. എങ്കിലും നിങ്ങൾ കയറിയിരിക്കൂ, വിശ്രമിച്ച് ഭക്ഷണം കഴിക്കൂ. ഞാൻ ഉടനെ പോയി മടങ്ങി വരാം. ഈഗർ ഹാർട്ട് ഓടി ഗ്രാമാതിർത്തിയിലെത്തിയപ്പോൾ ആളുകൾ മടങ്ങിപ്പോകുന്നതാണ് കണ്ടത്. എന്തു സംഭവിച്ചെന്നറിയാൻ അവൾക്ക് ആകാംക്ഷയായി. അപ്പോഴാണ് അവൾ അറിഞ്ഞത് രാജകുമാരനും അമ്മയും ഏതോ ഭവനത്തിൽ ആതിഥ്യം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. രാജകുമാരനെയും അമ്മയെയും തിരക്കിയിറങ്ങിയ ഗ്രാമവാസികൾ അവസാനം ഈഗർ ഹാർട്ടിന്റെ ഭവനത്തിൽ തന്നെ എത്തി. അപ്പോൾ ഈഗർ ഹാർട്ടിന് പോലും തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. രാജകുമാരനും അമ്മയും തന്റെ ഭവനത്തിൽ. അവരെ സ്വീകരിച്ചിരുത്തിയിട്ടാണല്ലോ അവരെ തേടി ഞാൻ ഗ്രാമാതിർത്തിയിലേക്ക് ഓടിയതെന്നോർത്തപ്പോൾ അവൾക്ക് കുണ്ഠിതം തോന്നി. എങ്കിലും അവൾ സ്വയം സമാധാനിച്ചു.
എനിക്കുള്ളവയൊക്കെ നൽകിയിട്ടാണല്ലോ ഞാൻ അവരെ തിരക്കി ഓടിപ്പോയത്. രാജകുമാരനെയും അമ്മയെയും തിരക്കിയിറങ്ങിയ ഈഗർ ഹാർട്ട് അവസാനം സ്വന്തം ഭവനത്തിൽ അവരെ കണ്ടെത്തി. നമ്മോടൊപ്പം കൂടാരമടിച്ചിരിക്കുന്ന ദൈവകുമാരനെ തിരക്കിയിറങ്ങിയിരിക്കുന്ന നമ്മൾ അവിടുത്തെ കണ്ടെത്തുന്നത് എവിടെയാണ്? ദൈവകുമാരനെ സ്വീകരിക്കുവാൻ നാം ആത്മാർത്ഥമായി ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിൽ അവിടുത്തെ നാം തീർച്ചയായും കണ്ടെത്തും. അവിടുന്ന് നമ്മോടൊപ്പം വസിക്കാനാണ് വന്നിരിക്കുന്നത്. നാം നമ്മുടെ വാതിലുകൾ തുറന്നു കൊടുക്കുകയേ വേണ്ടൂ. അവിടുന്ന് നമ്മുടെ ഭവനത്തിലേക്ക്, ഹൃദയത്തിലേക്ക് തീർച്ചയായും കടന്നു വരും. നാം അവിടുത്തെ അന്വേഷിച്ച് വേറെങ്ങും പോകേണ്ട കാര്യമില്ല. ക്രിസ്മസ് ദൈവപുത്രനായ യേശുവിൻ്റെ ജന്മദിനമാണ്. അങ്ങനെയെങ്കിൽ ഈ ജന്മദിനാഘോഷത്തിന് അവിടുത്തെ സാന്നിധ്യം കൂടിയേ തീരൂ. യേശുവിൻ്റെ സാന്നിധ്യമില്ലാതെ നാം ജന്മദിനം ആഘോഷിച്ചിട്ട് എന്തു ഫലം? ഈ ജന്മദിനത്തിൽ നാം ഹാപ്പി ബർത്ത്ഡേ പാടേണ്ടത് യേശുവിനാണ്. അവിടുത്തെ സാന്നിധ്യമില്ലാതെ നാം എങ്ങനെ അവിടുത്തേക്ക് ജന്മദിനാശംസകൾ നേരും? എന്നാൽ ഒരു കാര്യത്തിൽ നാം സംശയിക്കേണ്ട. നാം ഈ ജന്മദിനാഘോഷത്തിന് വേണ്ട രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഘോഷാവസരത്തിൽ അവിടുന്ന് നമ്മോടൊപ്പം തീർച്ചയായും ഉണ്ടാകും. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നാം ഏറെ സമ്പന്നരാകുകയും ചെയ്യും. വെളിച്ചം വിതറിയ വഴികൾ.